ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിൽ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അത്. പിന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴമൊക്കെ ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 6 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ച് മതി വെച്ചെങ്കിൽ ഒരു 3 പഴം എടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഒരു അളവ് ബാക്കിയുള്ളത് പറയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഒരളവിലേക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ടാണ് കൂട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 പഴത്തിലേക്ക് 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ 3 പഴം എടുത്തിട്ടുണ്ടെങ്കിൽ 3 പഴത്തിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്താൽ മതി. 1/4 അല്ലെങ്കിൽ അര. തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളത് നമുക്ക് അളവ് ശരിക്കും എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ 3/4 കപ്പ് തേങ്ങ ഇട്ടിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയും ഈ ഒരു പഴവും കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഈ ഒരു ടീസ്പൂണിന് ഇതാ ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എടുത്ത പഴത്തിനനുസരിച്ചിട്ടും മധുരത്തിനനുസരിച്ചിട്ടും ചേർത്താൽ മതി. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ്, ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആട്ടപ്പൊടിയാണ് കേട്ടോ. നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണിത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 3 പഴമാണെന്നുണ്ടെങ്കിൽ 3 പഴത്തിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുക്കുക. അതുപോലെ 1/4 കപ്പ് ആട്ടപ്പൊടി എടുക്കുക കേട്ടോ. 1/4 കപ്പ് ആട്ടപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് 6 പഴത്തോളം ഉണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള പൊടിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അടിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഒഴിവാക്കിയതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ഒരു തുള്ളിയും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ 2 ടീസ്പൂൺ വെച്ചിട്ട് അങ്ങനെ വേണം ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി ആയി പോകരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 3 പഴമാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് മൈദ ഗോതമ്പ് പൊടി എടുത്താൽ മതി. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്നെ ഞാനൊരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇതാ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ എടുത്ത പൊടിക്കും പഴത്തിനനുസരിച്ചിട്ടുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ബാറ്ററിൻ്റെ ലാസ്റ്റ് ഒരു പാകം എന്ന് പറയുന്നത് നോക്കിയാൽ മതി. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. അപ്പം ഞാൻ 3 ഏലക്ക എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചതാണ് കേട്ടോ. പഞ്ചസാര ഇല്ലാണ്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ചെറിയ ജീരകം മുഴുവനായിട്ടുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിൽ ലാസ്റ്റ് ഒരു ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുക, ഒരു ലേശം. അല്ല അതില്ലാന്നുണ്ടെങ്കിൽ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടതിൽ ഇതാ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഏരിയയും വീടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കുക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൽ ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കോഴിയിലും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് പിന്നെ ഉണ്ടായിക്കോളും, നമുക്ക് ലാസ്റ്റ് വരെ ഉണ്ടാവും. ഇനി അതിലേക്ക് നമുക്കിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ കുറേശ്ശെ ഒന്ന് കോരിയിട്ട് കൊടുക്കണം. അപ്പോൾ ഫുള്ളാക്കിയിട്ട് ഇടുന്നില്ല കേട്ടോ, നമ്മൾ ചെറുപഴം വെച്ചിട്ടല്ലേ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും നിറക്കേണ്ട ആവശ്യമില്ല. അത് ഒന്നിങ്ങനെ വീർത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ബാറ്റർ ഒത്തിരി കട്ടിയായിട്ടും ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടും വേണ്ട കേട്ടോ. ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു ഭാഗം ഒന്ന് ആയി വരട്ടെ. ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്കതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് നല്ലോണം ആയതിൻ്റെ ശേഷം മറിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കളർ നല്ലോണം വ്യത്യാസം വരും കേട്ടോ. നമ്മൾ ചെറുപഴമാണ് കൂടുതലുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ മാറി വരും. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ചൂടായാൽ തന്നെ നമുക്ക് മറിച്ചിടാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി കുക്കായതിന് ശേഷം നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അത് എത്രത്തോളം ഇങ്ങനെ മുരിഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കോരി മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കളറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് ഇഷ്ടം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ തന്നെ അത് നമ്മൾ ഒഴിക്കുന്ന സമയത്തൊക്കെ മേലേക്ക് വരുമല്ലോ, എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഈ കുഴിയിൽ നിന്നൊക്കെ എടുത്തിട്ട് ലേശം ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിൽ നമുക്ക് തുള്ളി ചേർത്തിട്ട് അതന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ അത് കോരി മാറ്റിയതിന് ശേഷം അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പുട്ടുപൊടി വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ട്രിക്കും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഒരു ഭാഗം ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. രണ്ട് ഭാഗം ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ എണ്ണ ഇല്ലാത്ത കുഴിയിലൊക്കെ ഒന്ന് ഒരു ലേശം എണ്ണ ഒന്ന് മറ്റേ കുഴിയിൽ നിന്ന് എടുത്ത് മാറ്റി ഒഴിച്ചു കൊടുത്താൽ എന്നല്ലാതെ വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പലഹാരം കൂടെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പികൾ, സ്നാക്സിൻ്റെ റെസിപ്പി വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം, അത് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ ഞാൻ മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറുപഴം വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.